21-ാം നൂറ്റാണ്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ആരാണ് നെയ്യാറ്റിങ്കര ഗോപൻ? സാധാരണ ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് സ്വാമിയായി മാറിയതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സിദ്ധൻ വീട്ടിൽ മണിയൻ. സിദ്ധനാ? മഹാസിദ്ധൻ. ഇവിടെ അടുത്ത് തന്നെ എന്റെ ശിഷ്യന്മാർ എനിക്കൊരു ആശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വീടിന് സമീപം ഒരു ക്ഷേത്രം സ്ഥാപിച്ച് പൂജകൾ തുടങ്ങിയതോടെ ഗോപൻ സ്വാമി എന്ന വിളിപ്പേര്. എന്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഈ നാട്ടിൽ നമ്മുടെ ആശ്രമത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് അവിടെ ആളുകളൊക്കെ? ഒന്നും പറയണ്ട കേട്ടോ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? സമാധിയായി ഒരാവാഹനം അപ്പഴങ്ങിട്ട് ലയിച്ച് മോക്ഷം കിട്ടി ബ്രഹ്മത്തിങ്കല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത നിലനിൽക്കുന്നു. ഇങ്ങോട്ട് നീങ്ങിക്കടോ. എൻ്റെ അച്ഛൻ ഒരു സ്വാമിയാണ്. അപ്പം എൻ്റെ അച്ഛന് മരുത്തോമല ഒരു ആശ്രമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 3 എണ്ണം. ആരും ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഈ ആരെയും അറിയിച്ചില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അത് പോട്ടെ, തന്നെ ആരാ വിളിച്ചോണ്ട് പോയത്? സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധി ആവാൻ സമയമായി എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു. എന്നിട്ട് കീഴനേക്ക് മുമ്പ് ഞാൻ അതിന് തക്കനെന്ന് കുഴിച്ചിട്ടു. ഒന്ന് ഒരു പീഡക്കല്ലൊക്കെ ഇട്ട് അതിന്റെ പുറത്തിരുന്ന് 10-ാം സെന്റിലിരുന്ന് കൊണ്ട് ലേഡീസ് ആൻഡ് ജെന്റ്സ് ചെയ്ത് അച്ഛൻ സമാധിയായി, ജീവൽ സമാധിയായി. സമാധിയായതിനു ശേഷം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ. കല്ലറ പൊളിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകും. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന നിർണായകമായ ചോദ്യം ചോദിക്കുന്നു ഹൈക്കോടതി. ഒത്തില്ല. എന്താണ് ഒത്തില്ല? കഴിഞ്ഞ നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി ഇന്ന് പൊളിച്ചു പരിശോധിക്കും. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. കല്ലറ ഇപ്പോൾ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം കല്ലറയിലുണ്ട്. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന പ്രാഥമിക നിഗമനം. ടൈമായി. ഉള്ള മഠാധിപതികാരെ ക്ഷണിക്കും. കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന, ഒരു സാധു സമാധിയായാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധിയിരുത്തും. നരബലി, മരണാനന്തര ജീവിതം, അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ. 100% സാക്ഷരത നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും നമുക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പെരുകുന്നുണ്ട്. അതുവഴിയുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. സമീപകാല വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. പ്രാഥമിക വിദ്യാഭ്യാസമുള്ളവർ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വരെയാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നത്. സമ്പൂർണ്ണ ചാറ്റരുതാ ബന്ദർക്ക ബട്ട്. കേരളത്തെ നോക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്തുനിന്നും വിദേശ നാടുകളിൽ നിന്നും പുറത്ത് നിന്നുമൊക്കെ നോക്കുന്ന ആളുകൾ ഈ നാടിനെ കാണുന്ന അത്യാവശ്യം വിവരമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമായിട്ടാണ്. എന്നാൽ അന്ധവിശ്വാസവും അബദ്ധജടിലുമായ പഞ്ചാംഗങ്ങൾ കൂടെ കൊണ്ട് നടന്ന് ഈ നാടിൻ്റെ പേര് കളയുമോ എന്ന് ഭയന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമ്മളൊന്ന് വിചാരിച്ച് നാട് തന്നവരെ വണ്ടി കയറാൻ നോക്ക്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞാൻ പോകുന്നു. ബൈ ബൈ.